രാജശ്യാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഡാൻസ് ക്ലാസ്സിനപ്പുറത്ത് ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫിലും എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിലും എൻ്റെ നൃത്തത്തെ ഞാൻ പല രീതിയിലും പരീക്ഷിക്കുമായിരുന്നു. അതായത് എനിക്കൊരുപാട് അസുഖങ്ങൾ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ഹീലിംഗ് മെത്തേഡ് തുടങ്ങിയത് എൻ്റെ ബ്രദറിൽ നിന്നാണ്. ഹീസ് നോട്ട് മോർ നൗ, ഹി വാസ് സെറിബ്രൽ പാൾസി ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവനിൽ നിന്നാണ് ആദ്യം നൃത്തവും സംഗീതത്തിൽ നിന്ന് എനിക്ക് ആക്ച്വലി ഇത്രയും ഒരു സന്തോഷം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്, ഒരു ഹീലിംഗ് അവൻ നടക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത്. അതിനുശേഷം എൻ്റെ ഒരു ജീവിതത്തിൽ 2014 എനിക്കൊരു 3 മാസം ഞാൻ ബ്ലൈൻഡായൊരു സമയമുണ്ടായിരുന്നു. അത് ഡോക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് അവർക്കൊന്നും അറിയില്ല എന്തുകൊണ്ടാണെന്ന് റീസൺ ഇല്ലാത്ത ഒരു 3 മാസത്തെ അവസ്ഥ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മെഡിസിനും ഇല്ലാതെ മരുന്നുകൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത്. സോ അങ്ങനെയാണ് ഞാനിതിൻ്റെ ഹീലിംഗ് എങ്ങനെയാണ് എന്നിലും മറ്റുള്ളവരിലും നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഞാൻ അതിൻ്റെ റിസർച്ച് തുടങ്ങിയതും പിന്നെ കുറേ ക്ലാസ്സുകൾ പഠിക്കാൻ തുടങ്ങി, അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ റോട്ടറി ക്ലബ്ബായിട്ട് ഒരു കൊളാബ് ചെയ്ത് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാജശ്യാമ എന്നത് ഒരു നൃത്ത വിദ്യാലയം മാത്രമല്ല, ഒരു ട്രസ്റ്റാണ്. ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു ട്രസ്റ്റും കൂടിയാണ്. അപ്പോൾ രാജശ്യാമയിലൂടെ ഒരുപാട് സാധാരണക്കാരിലേക്ക് എങ്ങനെ നൃത്തത്തെ കൊണ്ടുപോകണം, എങ്ങനെ അവരുടെ ജീവിതത്തിലൊരു ഭാഗമാക്കണം, ഇതിന് കുറച്ച് സർവീസസ് നമ്മളിവിടെ പറയുന്നുണ്ട്. സ്ട്രെസ് മാനേജ്മെൻറ്റ് ത്രൂ ഡാൻസ് എന്ന് പറയുന്നുണ്ട്. കുറച്ച് ഫിസിക്കലി മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ ഇത് ബെറ്റർ ആവാം, പാർക്കിൻസൺസ് അസുഖമുള്ള ആൾക്കാർക്ക് കുറച്ച് ഹോസ്പിറ്റൽ പരമായിട്ടുള്ള എങ്ങനെ ഒരു ഡാൻസ് തെറാപ്പി ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് രാജശ്യാമ പറയുന്നത്. ഇത് ശരിക്കും ഇതിൽ പറഞ്ഞത് ശരിക്കും എൻ്റെ ഒരു സ്റ്റോറിയാണ്. ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് നൃത്തം. എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എത്ര നമ്മൾ ബുദ്ധിമുട്ട് കൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എൻ്റെ നൃത്തമാണ് ഇന്നും എനിക്ക് ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു വലിയൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇവിടെ വന്നതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം രതീഷ് സാറിൻ്റെ പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചിട്ടാണ്, ബിലായിൽ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് ഹി കെയിം ഓൾ ദ വേ ഫ്രം ബിലായ്. ഹൈബി ചേട്ടൻ പറയണ്ട, കാരണം ഞാൻ സിനിമയിൽ വരണേക്കാൾ മുമ്പുള്ളൊരു പരിചയമാണ്. ഒരുപാട് എന്താ പറയുക, ഒരു ചേട്ടനെ പോലെ ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷിബു ചേട്ടൻ. സിനിമ തുടങ്ങിയ കാലം തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഷിബു ചേട്ടൻ. സന്ധ്യ ചേച്ചി, താങ്ക് യു. എല്ലാവർക്കും നന്ദി.